നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് ബാലേന്ദ്രന് ബബിതയും രോഹിത്തിനെയൊക്കെ അടുത്തേക്ക് വിളിച്ചു. പിന്നീട് നല്ല രീതിയിൽ തന്നെ ചീത്ത പറയാണ്. കാരണം മറ്റൊന്നുമല്ല, അലീനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് നല്ലൊരു പങ്ക് വഹിച്ചായിരുന്നു ബബിതയും രോഹിത്തും ഒക്കെ. അപ്പൊ പിന്നെ അവരെ വെറുതെ വിടാൻ പാടുണ്ടോ? എന്നിട്ട് പറഞ്ഞു, നിനക്കൊക്കെ കണ്ണിച്ചോരെന്ന് പറയാൻ സംഭവം ഉണ്ടോ? അപ്പൊ അവരോട് ചോദിച്ചു, നീ ഒരു പെണ്ണല്ലേ? നിന്റെ കയ്യെ പിടിച്ച് ആരെങ്കിലും പുറത്തേക്ക് തള്ളിയിട്ടുണ്ടെങ്കിലോ എന്തായിരിക്കും നിന്റെ അവസ്ഥ? രോഹിത്തിനോട് പറഞ്ഞു, നിനക്ക് മുമ്പ് ഞാനൊരു വാണിംഗ് തന്നാണ്, എന്നിട്ട് വീണ്ടും നീ ഇല്ലേ? രോഹിത്ത് പറഞ്ഞു, അച്ഛാ ഞാൻ കൂടുതലൊന്നും പറയണ്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മേലാൽ ഇനി ഇത് ആവർത്തിച്ചുണ്ടല്ലോ, നിന്റെയൊക്കെ കാര്യങ്ങൾ നോക്കും ഞാനാ. ഇവിടെ എന്ത് തീരുമാനിക്കണം ഞാൻ തീരുമാനിക്കും, അറിയാലോ. നിന്റെയൊക്കെ അമ്മയുടെ വാക്ക് കേട്ട് അല്ലെ അമ്മാവന്മാരുടെ വാക്ക് കേട്ട് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വന്നോണ്ടല്ലോ, പിന്നെ ഒറ്റ ഒരെണ്ണം ഈ വീട്ടിൽ കാണില്ല. മക്കളാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല, ഒക്കത്തിനെ അടിച്ച് ഞാൻ പുറത്താക്കുമെന്ന് പറഞ്ഞു. ഭവിത പറഞ്ഞു, അച്ഛാ അത് പിന്നെ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നം, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം അത് നിങ്ങളല്ല തീർക്കണ്ടേ, പറഞ്ഞു മനസ്സിലായല്ലോ. അതിന്റെ പേരിൽ അലീനെ ഇവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് നിനക്കൊക്കെ ആരാ അധികാരം തന്നെ? നീയൊക്കെ എന്നോട് ചോദിച്ചോ? ഇല്ലല്ലോ. നിനക്കൊക്കെ അതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒരു വാക്ക് എന്നോട് ചോദിക്കായിരുന്നല്ലോ, നീയൊക്കെ എന്തുകൊണ്ട് ചോദിച്ചില്ല? അത് അലീനെ പോവാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ എന്ന് ഓർത്തിട്ട്. അലീനയോ? നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ബബിത, അലീനാന്ന് വിളിക്കരുത്, അലീന ചേച്ചിന്ന് വിളിച്ചോണം, അല്ലെങ്കിൽ എൻ്റെ കൈ നിന്റെ കർണത്ത് പതിയും. ഇനി മക്കളാ എന്നൊന്നും ഞാൻ നോക്കത്തൊന്നുമില്ല, സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പോഴേക്കും ബബിത ഭയങ്കര പേടിയോട് കൂടി പറഞ്ഞു, അതെ അലീന ചേച്ചി ഇവിടുന്ന് പോകുവാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ എന്ന് ഓർത്തിട്ടാ ഞങ്ങൾ അതിന് കൂട്ടുകയെന്ന് പറയണം. പിന്നെ രാജീവ് അങ്കിള് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റിയില്ല. രാജീവാണല്ലോ നിനക്ക് ചെലവിന് തരുന്നേ, അവ സിംഗപ്പൂരിൽ നിന്ന് പൈസ അയച്ചു തരുമായിരിക്കും അല്ലേ? ദേ ബബിതേ, ഇനി നീ ഇങ്ങനത്തെ വർത്താനം പറഞ്ഞാണ്ടല്ലോ. അപ്പോഴേക്കും അലീനി അങ്ങോട്ടേക്ക് വന്നു. ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ ഇട്ട് കൃഷ്ണമോൾ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് കൃഷ്ണമോൾ മാറി നിൽക്കുന്നുണ്ട്. കൃഷ്ണമോൾക്കറിയാം തൻ്റെ സ്വന്തം ചേച്ചിയാണ് അലീന. അപ്പം ഈ പറയുന്ന ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല. എന്താണെങ്കിലും ഇച്ചിരിയോടെ പറയണമെന്നൊരു ചിന്തയായിരുന്നു കൃഷ്ണമോളുടെ മനസ്സിൽ. ഈ സമയത്ത് വൈജയന്തിയാണ് ദേഷ്യപ്പെട്ട് ഇങ്ങനെ നോക്കുകയാണ് ബാലേന്ദ്രനെ. അപ്പോഴേക്കും അലീനെ അടുത്തേക്ക് വിളിച്ചു ബാലേന്ദ്രൻ ഇങ്ങോട്ടേക്ക് വരാൻ പറയണം. അലീനെ അടുത്തേക്ക് എന്നു. അലീനെ അങ്ങ് ചേർത്ത് പിടിച്ചു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ വൈജയന്തിക്ക് ഒട്ടും സഹിച്ചില്ല. പിന്നീട് അലീനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ നിൽക്കുന്ന ആരാ നിനക്കൊക്കെ അറിയാവോ എന്ന് ബബിതയോടൊക്കെ ചോദിച്ചു. ബബിത പറഞ്ഞു, ജോലിക്കാരി ഇവിടുത്തെ ജോലിക്കാരി, അതൊക്കെ മുമ്പ്. ഇനി ഇവിടുത്തെ ഹോം നേഴ്സ് അല്ല, സെർവൻ്റ് അല്ല, പിന്നെ അനാഥാലയത്തിൽ നിന്ന് വന്നോളുമല്ല. ഇവൾക്ക് ഇനി ഒരു അഡ്രസ്സ് ഉണ്ട്, അറിയാവോ? ഇവളുടെ അച്ഛൻ ആരാന്നറിയാവോ? ബാലേന്ദ്രനാ. ഇനി മുതൽ ഇവളെൻ്റെ മകളായിരിക്കും. അലീന ബാലേന്ദ്രൻ എന്നായിരിക്കും ഇവളിനി അറിയപ്പെടാൻ പോകുന്നത്, അല്ലാതെ അനാഥയായിട്ടോ സെർവൻ്റ് ആയിട്ടോ ഒന്നും അല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബബിത ഒരു അന്താളിപ്പോട് കൂടിയിട്ട് ബാലേന്ദ്രനെ നോക്കുക. എല്ലാവരുടെയും കൂടെ ഞാൻ ഈ പറയണേ, ഇനി ആരെങ്കിലും ഇവളെ വേദനിപ്പിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും ഇവിടെ ഈ വീട്ടിലൊരു സ്ഥാനം ഉണ്ടാകത്തില്ല. അത് കേട്ടപ്പം കൃഷ്ണമോൾക്ക് ഭയങ്കര സന്തോഷമായി. കൃഷ്ണമോളുടെ മുഖത്തൊരു സന്തോഷമൊക്കെ ഉണ്ടായി. രോഹിത് ഇങ്ങനെ രൂക്ഷമായിട്ട് ഇങ്ങനെ ബാലേന്ദ്രനെ തന്നെ നോക്കുകയാണ്. ഈ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി മേലാലെ ഇവളുടെ അടുത്തേക്ക് ആരും അധികാരം കാണിച്ചുകൊണ്ട് ചെന്നേക്കരുത്. അങ്ങനെ ചെല്ലുന്നവരൊന്നും പിന്നെ ഈ വീട്ടിലുണ്ടാകത്തില്ല. ഇതിൻ്റെ അവസാന താക്കീതാ, എന്നെ കൊണ്ട് ഇനി പറയിപ്പിക്കരുത്. പിന്നെ അലീനയോട് പറഞ്ഞു, നീ ഈ വീട്ടിൽ ആർക്കും വേണ്ടി വെച്ച് വിളമ്പി ഒരു സെർവൻ്റായിട്ട് നടക്കേണ്ട കാര്യമില്ല, പറഞ്ഞു കേട്ടല്ലോ. നീ എൻ്റെ മൂത്ത മകളാണ്, അപ്പം അതിൻ്റെതായ അധികാരം അവകാശം എല്ലാം നിനക്ക് കാണും. ആരെ വേണമെങ്കിൽ ശാസിക്കാം, ബബിതേനെയും രോഹിത്തിനും ഒക്കെ. പിന്നീട് പറഞ്ഞു, ദേ നിങ്ങളുടെ ചേച്ചിയാണിത്, ഇവള് പറയുന്ന അനുസരിച്ച് മര്യാദയ്ക്ക് നിന്നോണം. ഇവളെന്തെങ്കിലും തെറ്റി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അവളെ തിരുത്താനായിട്ട് നിങ്ങൾ വരണ്ട, പറഞ്ഞു മനസ്സിലായാലോ. അവള് പറയുന്ന അനുസരിച്ചാൽ മാത്രം മതി. കൃഷ്ണമോള് പറഞ്ഞു, അത് സൂപ്പറായിട്ടുണ്ട് അച്ഛാന്ന് പറയണം. അത് കേട്ടപ്പോൾ ബബിതയും രോഹിത്തും ഒക്കെ കൃഷ്ണനെ ഇങ്ങനെ നോക്കണം. പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഇനി അതിനൊരു മാറ്റം വരാൻ പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് വൈജയന്തി കട്ടക്കലിപ്പ് അലീനയും നോക്കുവാണ്. ഈ സമയത്ത് കൃഷ്ണമോള് വൈജയന്തിയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അമ്മേ അച്ഛൻ പറഞ്ഞിട്ട് പോയത് കേട്ടല്ലോ, ഇനി വെറുതെ അലീനി ചേച്ചിയോട് വഴക്കുണ്ടാക്കാനായിട്ട് ചെല്ലണ്ട. അലീനി ചേച്ചിയോട് വഴക്കുണ്ടാക്കിയാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അമ്മ തന്നെ തോറ്റു പോകത്തുള്ളൂ. പിന്നെ അമ്മ സ്നേഹിച്ചില്ലേലും വേണ്ടില്ല, അലീനി ചേച്ചിയെ ദ്രോഹിക്കാതിരുന്നാൽ മാത്രം മതി. ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഈ വീട്ടിൽ നിന്ന് പുറത്തായിരിക്കും. അച്ഛൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാലോ എന്നൊക്കെ പറഞ്ഞു. ആ സമയം രോഹിത്തും ബബിതയും രൂക്ഷമായിട്ട് അലീനയെ നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറിപ്പോവാണ്. അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അലീനയെക്കുറിച്ച് ബാലേന്ദ്രൻ പറഞ്ഞ കാര്യമൊക്കെ. കാരണം തങ്ങൾക്ക് കിട്ടുന്ന സ്നേഹം കൂടെ ബാലേന്ദ്രൻ അലീനയ്ക്ക് കൊടുക്കാൻ പോവാ. മൂത്ത മകളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. അതൊട്ട് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. പിന്നീട് വൈജയന്തി ദേഷ്യപ്പെട്ട് നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് അങ്ങ് ചെല്ലുന്നേ. മുത്തശ്ശിയുടെ മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മുത്തശ്ശി എന്തായിരുന്നു വൈജയ്, അവിടെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ടല്ലോ.
എന്താന്നും മനസ്സിലായില്ലേ? എന്താന്നും മനസ്സിലാക്കി തരാം. ഞാൻ അന്നേ പറഞ്ഞല്ലേ എനിക്ക് ഇയാളെ കല്യാണം കഴിപ്പിച്ച് തരണ്ടെന്ന്. അന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഈ ബന്ധം വേണ്ടെന്ന്. അപ്പം നിങ്ങളെല്ലാവരും കൂടെ നിർബന്ധിച്ച് എൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചല്ലേ അങ്ങേരെ. എന്നിട്ടിപ്പോൾ എന്തായി? എൻ്റെ ജീവിതം ഇങ്ങനെ ആയി തീർന്നില്ലേ? എടി ഇതിനു മാത്രം എന്ത് പ്രശ്നം വൈജയം ഉണ്ടായത്? നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? എന്നോട് ദേഷ്യപ്പെട്ട് എന്താവാനാ? ദേഷ്യപ്പെട്ട് എന്താവാനോ? അവളുണ്ടല്ലോ ആ ജോലിക്കാരി വലിഞ്ഞു കയറി വന്നവള്. അവളെ മകളായിട്ട് ബാലേന്ദ്രൻ അംഗീകരിച്ചിരിക്കുന്നു. മകളായിട്ടോ? ആർക്കറിയാം ഇനിയിപ്പം അയാളുടെ വല്ല അവിഹിത സന്തതിയാണോന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും വൈജയന്തിയോട് മുത്തശ്ശി പറഞ്ഞതേ അനാവശ്യം പറയരുന്നിയ. ബാലേന്ദ്രൻ അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല. പിന്നെ സ്വഭാവം ഇല്ല പോലും. പിന്നെ എന്തിനാ അവളെ തലയെ കയറ്റി വെച്ചുകൊണ്ട് നടക്കണേ? എൻ്റെ ആങ്ങളമാരൊക്കെ വലിയ നല്ലവനാന്നൊക്കെ പറഞ്ഞ് തലയിലേക്ക് വെച്ച് എടുത്തു തന്നാ. ഞാൻ അന്നേ പറഞ്ഞ വേണ്ടാന്ന്. പക്ഷെ നല്ല ബന്ധമാണ്, നിനക്ക് ചേരുന്ന ബന്ധമാണെന്ന് പറഞ്ഞിട്ട് എന്നിട്ടിപ്പോൾ എന്തായി? ഇപ്പം ഞാനല്ലേ കിടന്ന് അനുഭവിക്കുന്നേ. ഈ പറയുന്ന ആങ്ങളമാരോ അമ്മയോ ആരെങ്കിലും അനുഭവിക്കാനുണ്ടോ? വീട്ടിൽ കിടക്കുന്ന ജോലിക്കാരിയെ മൂത്ത മകളായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. ഞാൻ ഇനിയിപ്പോൾ അവൾക്ക് അടിമവേല ചെയ്യണം പോലും. അവളിനി ഇവിടുത്തെ വേലക്കാരിയല്ല, മൂത്ത മകളാണ്. അവളെ കൊണ്ട് ജോലിയൊന്നും എനിക്ക് ചെയ്യിക്കാൻ പാടില്ല. അവൾക്കൂടെ വെച്ചു വിളമ്പി ഞാൻ കൊടുക്കണം പോലും. മുത്തശ്ശി പറഞ്ഞു ബാലേന്ദ്രൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞു കാണത്തില്ല. പിന്നെ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞില്ല. അമ്മയും കൂടെ സപ്പോർട്ട് ചെയ്യരുത്. ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. വൈജയോടെ കളി. വൈജി ആരാന്ന് അറിയിക്കാൻ പോകുന്നുള്ളൂ. ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അക്കത്തിനെ. അങ്ങനെയൊക്കെ തോറ്റു പിന്മാറാനായിട്ട് വൈജി ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വൈജി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. മുത്തശ്ശിക്ക് ഒന്നും മനസ്സിലായില്ല. കാരണം ബാലേന്ദ്രൻ ഇത് എന്ത് ഭാവിച്ചാന്നറിയില്ല. ബാലേന്ദ്രന്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്. എന്ത് കാര്യമെന്ന് പോലും അറിയത്തില്ല. ഇത്രയും നാൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ അലീനയുടെ കൈ പിടിച്ചങ്ങോട്ട് കയറി വരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യം ഇല്ലാതില്ല എന്നൊരു ചിന്തയും മനസ്സിലുണ്ടാകുന്നുണ്ട്. പിന്നീട് വൈജി അങ്ങോട്ട് പോയിട്ട് രാജീവിനെ വിളിക്കുകയാണ്. രാജീവിനെ വിളിച്ചിട്ട് പറഞ്ഞു, രാജീവനല്ലേ പറഞ്ഞേ അവളെയും കൂട്ടിക്കൊണ്ട് ബാലേന്ദ്രൻ ഇങ്ങോട്ട് വരില്ലെന്ന്. വന്നിട്ടുണ്ടെന്നോ? അതെ, ഇവിടെയുണ്ട്. ഇനി അവൾ ഇവിടുത്തെ മൂത്ത മകളാണ് പോലും ബാലേന്ദ്രനെ. മൂത്ത മകളാന്ന് പറഞ്ഞു. അതെ, മൂത്ത മകളാന്ന് പറഞ്ഞു. ഇനിയിപ്പം ഞാനൊക്കെ അവൾക്ക് വേണ്ടി അടിമവേല ചെയ്യണം പോലും. അവൾക്ക് ഞാൻ കഞ്ഞിയും കറിയും വെച്ചു കൊടുക്കണം. അവളിവിടുത്തെ രാജ്ഞിയായിട്ട് കാലുമേ കാലും കയറ്റി വെച്ചിരിക്കും. അത് കേട്ടപ്പോൾ രാജു പറഞ്ഞു, വൈജയ് നീ ഒന്ന് സമാധാനിക്ക്. നീ അങ്ങനെ തോറ്റു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ, ഞാൻ തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. തൽക്കാലത്തേക്ക് നീ ഒരു കാര്യം ചെയ്യും. അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൊല്ലപ്പള്ളിയിലേക്ക് വന്നിക്കാനോ? എന്നിട്ടോ? അല്ല, അമ്മയും കൂട്ടിക്കൊണ്ട് പോരെ. ബാക്കി എന്താന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം. രാജീവേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ. എനിക്ക് എന്താണോ അങ്ങനെ തോറ്റു കൊടുക്കാനായിട്ട് ഉദ്ദേശമില്ല. അങ്ങനെ തോറ്റു കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈജയില്ല. വൈജി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആരുടെ മുന്നിൽ തല ഉനിക്കാനായിട്ട് വൈജി ആഗ്രഹിക്കുന്നില്ല. തോറ്റു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അതും പറഞ്ഞ് കോളം കൂടെ കട്ട് ചെയ്തു. രാജീവിന് എന്ത് ചെയ്യാൻ പറ്റും? ഇനി എന്തെങ്കിലും ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണെന്നുള്ള കാര്യം അറിയാം. തൻ്റെ റിട്ടേൺ ടിക്കറ്റും കൂടെ ക്യാൻസലായിപ്പോ. അതൊക്കെ ഓർത്ത് രാജീവിൻ്റെ ഉള്ള സമാധാനം കൂടെ പോയി. ആ സമയത്ത് അലീന നേരെ അടുക്കളയിലേക്ക് പോയി. ബാലേന്ദ്രന് ചായ വെക്കാനായിട്ട് അങ്ങോട്ട് കയറി. അപ്പോഴേക്കും ഒരു കൊടുങ്കാറ്റ് പോലെ വൈജയന്തി അങ്ങോട്ടേക്ക് വരുന്നേ. വൈജയന്തി വന്നിട്ട് അലീനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇപ്പം നിനക്ക് സമാധാനമായി കാണുമല്ലേ? പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയണം. അല്ല മാഡം എന്താ പറയണേ? ഒന്നും നിനക്ക് അറിയത്തില്ലല്ലേ? ബാലേന്ദ്രൻ എന്നെ മൂത്ത മകളായിട്ടോ അല്ലെങ്കിൽ രണ്ടാമത്തെ മകളായിട്ടെങ്കിൽ അംഗീകരിച്ചെന്ന് വരും. പക്ഷെ ഞാനുണ്ടല്ലോ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. നീ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചോ, മകളാകണമെങ്കിൽ നീ എൻ്റെ രക്തത്തിൽ പിറക്കണം. നിന്നെ ഒരിക്കലും ഞാൻ മകളായിട്ട് അംഗീകരിക്കത്തില്ല. എൻ്റെ ചോര നിന്റെ ഞരമ്പിൽ കൂടി ഓടിയാൽ മാത്രമേ നീ എൻ്റെ മകളാകത്തുള്ളൂ. അത് ഈ ജന്മത്തിലുണ്ടാകാൻ പോകുന്നില്ല ഇനി. അതുകൊണ്ട് ദേ ബാലേന്ദ്രൻ നിന്നെ തലയെ കയറ്റി വെച്ചെന്ന് പറഞ്ഞാലും ഞാൻ നിന്നെ മകളായിട്ട് ഒരിക്കലും കാണാൻ പോകുന്നില്ല. നീ എന്നും വേലക്കാരി തന്നെ ആയിരിക്കും. അനാഥ, കണ്ടെടുത്ത് കിടന്ന് നെരങ്ങിയിട്ട് വന്നവള്, കണ്ട ആൾക്കാരൊക്കെ പ്രസവിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞവളാ നീ. അതുപോലെയുള്ള നിന്നെ ഒരിക്കലും ഞാൻ മകളായിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ അലീനയ്ക്ക് ചിരിയാ വന്നേ. സ്വന്തം മകളോടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്തെങ്കിലും കാലത്ത് അമ്മ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേന് ഇവർക്ക് തന്നെ കുറ്റബോധം തോന്നും. ഇതൊന്നും അറിയത്തില്ലാതെ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കണേ. പിന്നീട് പറഞ്ഞു, ബാലേന്ദ്രനെ നീ മയക്കെടുത്തു. പക്ഷെ അങ്ങനെ എന്നെ മയക്കെടുക്കാമെന്ന് വിചാരിക്കണ്ട. ഈ വീട്ടിലെ അധികാരം പിടിച്ചെടുക്കാമെന്ന് വിചാരിക്കണ്ട. അപ്പോഴേക്കും അലീന പറഞ്ഞു, എനിക്കങ്ങനെ ഒരിടത്തും അധികാരം പിടിച്ചെടുക്കണമെന്നൊന്നും ഒരു നിർബന്ധവും. ഞാൻ അധികാരം സ്ഥാപിക്കാൻ വന്നതുമല്ല. അതെ അറിയാടി എനിക്ക്. നീ കൂടുതലൊന്നും എന്നോട് പറയണ്ടെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പോഴേക്കും ഭവിത അങ്ങോട്ട് വന്നു. ഭവിത വന്നിട്ട് പറഞ്ഞു, എന്തൊക്കെയാ അമ്മ ഇവിടെ നടക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇനി അവളെ ചേച്ചിന്ന് ഞാൻ വിളിക്കണം. അവൾ മൂത്ത ചേച്ചിയാണ് പോലും. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി ഭവിതയോട് ദേഷ്യപ്പെട്ടു. ബാലേന്ദ്രനോടുള്ള ദേഷ്യം നിനക്ക് ചോദിക്കാൻ വരായിരുന്നോ? നിന്റെ അച്ഛനല്ലായിരുന്നു എന്നേ? മൂത്ത മകളാണെന്ന് ചോദിച്ചാൽ എന്തായിരുന്നു വാ തുറന്ന്? അപ്പം നിന്റെ ഒന്നും വായിക്കാത്ത നാക്കുണ്ടായിരുന്നോ? പിന്നെ എന്നോട് ഓരോന്നും ചോദിച്ചുകൊണ്ട് വന്നേക്കരുത് എന്നും പറഞ്ഞിട്ട് മുറിക്കകത്തേക്ക് ഒരു കഥ അങ്ങോട്ട് വലിച്ചടച്ചു. ഈ സമയത്ത് കൃഷ്ണമോൾ അലീനയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ
അമ്മ എന്തേലൊക്കെ വിളിച്ചു പറഞ്ഞോർത്തോണ്ട് ചേച്ചി വിഷമിക്കൊന്നും വേണ്ട. ചേച്ചിക്ക് സപ്പോർട്ടായിട്ട് ഞാനും അച്ഛനൊക്കെ ഉണ്ട്. ചേച്ചി ധൈര്യമായിട്ടിരിക്കുക, വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അലീന്ന് പറഞ്ഞു വിഷമോ എനിക്കോ? ഇതൊക്കെ പ്രതീക്ഷയല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ, എനിക്കൊരു സങ്കടവും ഇല്ലാന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി. കൃഷ്ണമോൾക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. കാരണം അലീന ചേച്ചി ഇവിടെ വേണം. അമ്മയുടെ മൂത്ത മകളാണ്. ചേച്ചി ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കും. അതോടൊപ്പം തന്നെ ചേച്ചീനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അത് തീരാൻ നഷ്ടം തന്നെയാണെന്ന് കൃഷ്ണമോൾക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാനായിട്ട് പോകുന്നത്. ഇനിയിപ്പം വരും ദിവസങ്ങളിലൊക്കെ സംഭവ ബഹുലമായ നിമിഷങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. നല്ല ഇടിവെട്ട് പണി തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.